എനിക്ക് പ്രിയദർശൻ അറിയാം, പക്ഷേ എത്രത്തോളം അറിയാം? എൻ്റെ മെമ്മറി ടൈം ലൈനിൽ അയാളുണ്ട്, എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടുപിടിക്കണം, അന്വേഷിക്കണം. പ്രിയദർശൻ, മാസ്റ്റർ ഫിലിം മേക്കർ. ഹൂ ഈസ് ഹി? വൈ പ്രിയദർശൻ? പ്രിയദർശൻ ആരാണെന്ന് അറിയോ? അറിയും. പിന്നെ അറിയാലോ. ഡു യു നോ ഹൂ പ്രിയദർശൻ ഈസ്? സംവിധായകൻ, ഡയറക്ടർ, സിനിമ ഡയറക്ടർ അല്ലേ? അറിയാം. ഡയറക്ടർ പ്രിയദർശൻ അല്ലേ? ഫിലിം ഡയറക്ടർ. മാസ്റ്റർ ഡയറക്ടർ പ്രിയദർശൻ അല്ലേ? കല്യാണിയുടെ അച്ഛൻ. ഡയറക്ടർ, ഡയറക്ടറാണ്, ഇന്ത്യൻ ഡയറക്ടർ. മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ. നമ്മുടെ ലെജൻഡറി മലയാളം ഡയറക്ടറാണ്. ഡയറക്ടർ അല്ല. From the very first visual memory I have, there is one Priyadarshan frame in it. In every timeline, I have a favorite Priyadarshan movie that connects with me. ഒരിക്കൽ ഒരു മാർച്ച് മാസത്തിലാണെന്ന് തോന്നുന്നു, സ്കൂൾ വെക്കേഷൻ ആയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ടി വിയിൽ ഒരു സിനിമ കണ്ടു, കുറേ പാട്ടുകൾ. അതിൽ ദൂരെ കിഴക്കുതിക്കനായിരുന്നു അന്നത്തെ ഫേവറേറ്റ്. സ്വാമിനാഥ ലിസ്റ്റിലേക്ക് വരുന്നത് പിന്നെയും കുറേ കഴിഞ്ഞു, 9-ലോ 10-ലോ മറ്റോ പഠിക്കുമ്പോൾ. വെള്ളാനകളുടെ നാട് മറക്കാൻ കഴിയും. CPയുടെ കഷ്ടപ്പാടിൽ വിഷമിച്ചവരായിരുന്നു നമ്മളെല്ലാവരും. സുലൈമാനും ഗോപിയും കുമാരനും രാധയും തുടങ്ങി എന്തൊരു കാസ്റ്റിംഗ് ആയിരുന്നു. കഷ്ടപ്പാടിലും ചിരി ചേരുവകൾ കൃത്യമായപ്പോൾ ഇമോഷണലി ആ സിനിമയായി നമ്മൾ കണക്ട് ആയി. പ്രേമിച്ചു തുടങ്ങിയ കാലത്ത് വിൻറ്റേജ് പാട്ടുകളിൽ കൂടുതൽ കേട്ടതും പ്രിയദർശൻ സിനിമകളിലെ പാട്ടുകളായിരുന്നു. ഈറൻമേഘ എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ പ്രണയത്തിന് ഡെഫിനിഷൻ ഒരുപാടുണ്ട്. എനിക്ക് പക്ഷേ പ്രിയദർശൻ സിനിമകളിലെ പാട്ടുകളാണ് വാട്ട് ഈസ് ലവ് എന്നതിനുള്ള ഉത്തരം. ക്ലൈമാക്സ് ട്രാജഡി പ്രിയദർശൻ സിനിമകളുടെ ഐഡന്റിറ്റിയായി മാറിയ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ബന്ധനത്തിൽ ആ താക്കോൽ വലിച്ചെറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ചിത്രത്തിലെ സോമൻ കഥാപാത്രത്തിന് മനസ്സ് മാറിയിരുന്നെങ്കിൽ, അഭിമന്യുവിൽ ഹരിയണ്ണ മരിച്ചില്ലായിരുന്നെങ്കിൽ, താളവട്ടം, മിന്നാരം, ആര്യൻ, അങ്ങനെ ട്രാജിക്കൽ ക്ലൈമാക്സുകളിൽ എത്ര തവണയാണ് നമ്മൾ സ്ക്രീനിന് മുന്നിലിരുന്ന് തകർന്നിരുന്നത്. ട്രാജഡികൾ മാത്രമല്ല, ചിരിച്ച് ഉപ്പാടുകൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പടങ്ങൾ കണ്ടിട്ട് പല തവണ. മഴ പെയ്യുന്നു മധുളം കൊട്ടുന്നു എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. ഓർഡർ തമ്മാവ ആളറിയാം, ബോയിങ്, അരം പ്ലസ് അരം കിന്നരം, അക്കരെ അക്കരെ അക്കരെ, കാക്കക്കുയിൽ, വെട്ടം, അങ്ങനെ എത്ര സിനിമകളാണ്. വലിയ സ്ക്രീനിൽ കണ്ട ഇമോഷണൽ വാം ഹഗ്ഗായിരുന്നു നിങ്ങളുടെ ഓരോ സിനിമകളും. സൗഹൃദങ്ങളുടെ മാജിക് അല്ലേ പ്രിയൻ സാർ? നിങ്ങളും ലാലേട്ടും തമ്മിലുള്ള കോംബോ എത്ര വർഷമായി, എന്തൊരു വലിയ ഹിറ്റ് സ്ട്രീക്ക് ആയിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വന്നപ്പോൾ വീണ്ടും ഹിറ്റ്. മോഡൽ ബോയ്സിലെ ഫ്രണ്ട്സ് ഒരുമിച്ച് എത്ര ദൂരമാണ് സഞ്ചരിച്ചത്. പല ജോണർ സിനിമകൾ, ചാമിങ് മോഹൻലാൽ, എക്സ്ട്രോർഡിനറി മേക്കിംഗ്. പ്രിയദർശൻ മോഹൻലാൽ കോംബോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന സിനിമകളുടെ ലിസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. മോഹൻലാലിന് കിട്ടുന്ന ജനപ്രീതിയിൽ പ്രിയദർശൻ സിഗ്നേച്ചർ കാണാതെ പോകാനും കഴിയില്ല. മോഹൻലാൽ കഥാപാത്രങ്ങളിലെ ഫ്ലെക്സിബിലിറ്റി ആലോചിച്ചാൽ മനസ്സിലാവില്ലേ പ്രിയദർശൻ എന്ന മേക്കറുടെ ഫ്ലെക്സിബിലിറ്റി. ഇനി പറ, ആരാ കൂടുതൽ ഫ്ലെക്സിബിൾ, ലാലേട്ടനാണോ പ്രിയൻ സാറാണോ? എന്താണ് ഒരു മേക്കറുടെ ബെസ്റ്റ് ക്വാളിറ്റി? വിഷൻ, നല്ല ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. വേഴ്സറ്റൈൽ ആണ്. ഇമാജിനേഷൻ, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. ചെയ്യാൻ പോണ സിനിമയെ പറ്റിയുള്ള ധാരണ. ഓരോ കഥയ്ക്കും അനുസരിച്ച് കഥാപാത്രങ്ങളുടെ ഇന്റേണൽ ആയിട്ടുള്ളതും അല്ലാത്തതുമായ ലാൻഡ്സ്കേപ്പുകൾ തയ്യാറാക്കുക. അങ്ങനെ തുടങ്ങി ഒരിക്കലും ബോറടിക്കാത്ത പോലെയും ഹൈ നഷ്ടപ്പെടാത്ത പോലെയാണ് നിങ്ങൾ ഈ പണി ചെയ്യുന്നത്. നിങ്ങളാണ് പ്രിയൻ സാർ പ്രോപ്പർ മോട്ടിവേഷൻ മെറ്റീരിയൽ. അച്ഛൻ്റെ അമ്മയുടെയും ഒപ്പം ഇരുന്ന് സിനിമ കാണുമ്പോൾ അച്ഛനും അമ്മയും ഒരിക്കലും എംബാരസ്ഡ് ആവരുത്. അതാണ് ഹ്യൂമർ. സോ എല്ലാവരുടെ മനസ്സിലും ഒരു ചൈൽഡ് ഉണ്ട്. ആ ചൈൽഡിന് വേണ്ടിയാണ് ഞാൻ സിനിമ ചെയ്യുന്നത്.
കഥ പറയാൻ, കഥ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങളുടെ പടങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. വിഷ്വലും മ്യൂസിക്കും ഒരുപിടി ഗംഭീര പെർഫോമൻസുകളും. മലയാളിക്ക് നിങ്ങൾ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. പ്രിയൻ്റെ സിനിമ എന്ന് തന്നെയല്ലേ എല്ലാവരും പറഞ്ഞു തരുന്നത്. അതിലും വേരിയേഷൻസ് ഉണ്ട്. പ്രിയൻ, പ്രിയദർശൻ, പ്രിയൻ സാർ, നിത്യജീവിതത്തിലെ നിത്യകാഴ്ചകൾ ഒപ്പിയെടുത്ത മിടുക്കരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടല്ലോ. എത്രത്തോളം പ്രിയദർശൻ അറിയാമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. 99 സിനിമകൾ, 44 വർഷത്തെ ലോങ് കരിയർ. തിരക്കഥാകൃത്തായി തുടങ്ങി ഇന്ത്യൻ സിനിമയിൽ തന്നെ മാസ്റ്റർ ക്രാഫ്റ്റ്മാനായി മാറി. ഫൈനലി ഐ ഫൗണ്ട് പ്രിയദർശൻ. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. ആ പാവത്തിനെ പറ്റിച്ചാൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഞാനും നീയായിട്ട് നീ ഒരു ബന്ധവുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഞങ്ങളെ ചിരിപ്പിച്ചതിന്, കരയിപ്പിച്ചതിന്, പ്രതീക്ഷ നൽകുന്ന സിനിമകൾ സമ്മാനിച്ചതിന്, എല്ലാ കാലഘട്ടത്തിലും കണക്ട് ചെയ്യാൻ കഴിയുന്ന സ്ക്രീൻ മൊമെൻറ്റ് തന്നതിന് താങ്ക് യു. വി ലവ് യു മാസ്റ്റർ.